കുട്ടുമണി കുട്ടൂസ നമുക്ക് ഓണക്കോടി എടുക്കണ്ടേ? അമ്മയുടെ അടുത്ത് പറയാം ഓണക്കോടി എടുത്തു തരാൻ. ആ ചേച്ചി വേഗം വാ, നമുക്ക് പോയി അമ്മയുടെ അടുത്ത് പറയാം. എന്തായാലും ഓണക്കോടി എടുക്കാൻ എന്നെയും കുട്ടുമണിനെയും കൊണ്ടുപോകും. കുട്ടൂസ നിന്റെ കാര്യം സംശയമാണ് കേട്ടോ. അതെന്താ ചേച്ചിക്ക് എൻ്റെ കാര്യം മാത്രം ഒരു സംശയം? എടാ മണ്ട, അത് പ്രത്യേകിച്ച് പറയാനുണ്ടോ? നിന്റെ കയ്യിലിരിപ്പ് ഗുണം അത് തന്നെ. നീ പോടി ഭ്രാന്തി. കണ്ടോ, ഞാൻ ഇപ്പൊ പറഞ്ഞതിന് വല്ല തെറ്റുണ്ടോ? നിന്റെ കയ്യിലിരിപ്പും നിന്റെ വായും ശരിയല്ല കുട്ടൂസ. എവിടേക്കെങ്കിലും പോയാലേ നിന്റെ സ്വഭാവമേ ശരിയല്ല. അമ്മയുടെ കയ്യിൽ നിന്ന് വെറുതെ അല്ല നിനക്ക് ഇങ്ങനെ കിട്ടിങ്ങോണ്ടിരിക്കുന്നത്. എത്ര പറഞ്ഞാലും കേൾക്കുകയല്ലേ ഇവൻ. ചേച്ചി എന്നെ മാത്രം എന്തിനാ ചീത്ത പറയുന്നത്? ഇവളും ചെയ്യുന്നില്ലേ ഓരോ കാര്യങ്ങള്? ഇവള് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വീട്ടിനകത്താണ്. നിന്റെ കയ്യിലിരിപ്പോ വീടിന് പുറത്താണ്. ഫുള്ളും കയ്യിലിരിപ്പും വായ്ഗുണവും ഒക്കെ വീട്ടിന് പുറത്തേ കാട്ടുള്ളൂ. അമ്മയ്ക്ക് അച്ഛനും നിന്നെ കാരണം പുറത്തിറങ്ങാനേ ഇപ്പൊ പറ്റുന്നില്ല. പുറത്തിറങ്ങിയാലോ നിന്നെക്കുറിച്ചുള്ള പരാതികളുടെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ തരുമേ നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും എല്ലാവരും. എന്തിനാടാ ഇങ്ങനെ പറയിപ്പിക്കുന്നേ? നല്ല രീതിക്ക് നടന്നൂടെ? നീ വളർന്നു വളർന്നു വരികയല്ലേ? നീ എന്ത് ചെറുതായി കൊണ്ടിരിക്കുകയാണോ? അങ്ങനെ തന്നെ ചേച്ചി പറഞ്ഞു കൊടുക്ക്. എന്താ അങ്ങനെ തന്നെ എന്ന്? നിന്റെ കയ്യിലിരിപ്പം മോശമൊന്നല്ല. അവൻ എന്തെങ്കിലും കുരുത്തക്കേട് കാട്ടി നീ അവന്റെ ചേച്ചിയല്ലേ, നിനക്ക് പറഞ്ഞു കൊടുത്തൂടെ? അവന്റെ ഒപ്പം നീ നിൽക്കും വക്കാണത്തിനും വികൃതിക്കും എല്ലാത്തിനും. ചേച്ചി അങ്ങനെ അവളോടും പറയും ചീത്ത, അപ്പോളെ എനിക്കൊരു സമാധാനം. എന്തായാലും വാ, അമ്മയുടെ അടുത്ത് നമുക്ക് ചോദിക്കാം ഓണക്കോടി. ആ നടക്ക് ചേച്ചി, ചോദിക്കാം. അമ്മേ, ഞങ്ങൾക്ക് ഓണക്കോടി എടുത്ത് തരുന്നില്ലേ? ആ മക്കളെ, ഇന്ന് ഓണക്കോടി എടുക്കാൻ പോണമെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. വാവ്, അച്ഛൻ ജോലി കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് എല്ലാവർക്കും പാടെ പോവാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് കുട്ടൂസനോടാണ്. നിന്റെ വികൃതിയോ ആവശ്യമില്ലാത്ത ഏടാ കൂടെ പണിയെല്ലാം ഡ്രസ്സ് എടുക്കാൻ പോയോടത്ത് കാണിച്ച വീട്ടിൽ വന്ന ചട്ടയം പഴിപ്പിച്ച് നിന്റെ ചന്തിയിൽ ഞാൻ വെക്കും. ഈ അമ്മയും ചേച്ചിക്ക് എന്തിനാ എപ്പോഴും എന്നെ തന്നെ പറയാൻ നിൽക്കുന്നത്? ഞാൻ എന്താ കാണിക്കുന്നത്? എവിടെ പോകുകയാണെങ്കിൽ എന്നെ കുറിച്ചിട്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എവിടെ പോകുകയാണെങ്കിലും ഒരു ലോഡ് ഉപദേശങ്ങൾ എനിക്ക് തരും. ഇവരിനോട് രണ്ടുപേരിനോട് ഒരു ഉപദേശവും ഇല്ല. അതെന്താണെന്നറിയോ? ഇവര് രണ്ടുപേരും എവിടെ പോയാലും പോയോടത്ത് കാണിക്കേണ്ട മര്യാദ കാണിക്കും. നീ അത് കാണിക്കില്ല. ആരെങ്കിലും എന്തെങ്കിലും തന്നാ വലിച്ചു വാരി തിന്നുക, പോയോടത്ത് ഡീസൻ്റായി ഇരിക്കില്ല, ഡീസൻ്റായി പെരുമാറില്ല. അതൊക്കെ തന്നെയാണ് നിന്നോട് ഇങ്ങനെ എന്ന് പറയണേ. എന്നിട്ട് നീ നന്നാവുന്നുണ്ടോ? പറഞ്ഞിട്ടോ തൊലി ഉരുകണില്ലേ നിനക്ക് ഇങ്ങനെ നാണല്ലാണ്ട് നടക്കാൻ? ഉളിപ്പില്ലാത്തവൻ. അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇവനെ ഇന്നുകൂടെ പുറത്ത് പോകുമ്പോൾ നോക്ക് ഇവന്റെ സ്വഭാവം എങ്ങനെയാണെന്നുള്ളത്. ഇതിലും ഇവൻ ഇങ്ങനെ മോശമായിട്ട് തന്നെ പെരുമാറുന്നതെങ്കിലും നിന്നെ വീട്ടിൽ പൂട്ടിയിട്ടിട്ടാണ് എങ്ങോട്ട് പോകുകയാണെങ്കിലും പോകുള്ളൂ എന്നാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നല്ല രീതിക്ക് പെരുമാറിക്കോട്ടാ. ഇത് നിനക്കൊരു എക്സാമാണ്. ഇത് ഈ എക്സാമിൽ നീ ജയിച്ചോ, അല്ലെങ്കിൽ പിന്നെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കേണ്ടി വരും. അമ്മ എന്നെ എങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല, ചേച്ചിമാരെ മാത്രം കൊണ്ടുപോകുമെന്ന് സങ്കടമൊന്നും പറഞ്ഞിട്ട് എൻ്റെ മോൻ വന്നേക്കരുത്. അങ്ങനെ മറ്റും വന്നാ നിന്റെ ചെകിട് തല്ലി പൊളിക്കുന്നതാണ്. നിന്റെ കാരണമാണ് അങ്ങനെ ചെയ്യുന്നത് ഞങ്ങൾ. പോയിരുന്ന് പഠിക്കുക. അച്ഛൻ വന്നിട്ട് പോവാം എല്ലാവർക്കും പാടെ ഡ്രസ്സ് എടുക്കാൻ. ഇനി ഡ്രസ്സ് എടുക്കണോടത്ത് എനിക്ക് ഇത്ര പോകുന്ന വില, അവൾക്ക് മാത്രം അങ്ങനെ വിലയുള്ളത് വാങ്ങിച്ചു കൊടുത്തു, എനിക്ക് വില കമ്മിയുള്ളത് വാങ്ങിച്ചു തന്നു. അങ്ങനത്തെ കാര്യം പറഞ്ഞേക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏത് വേണമെങ്കിലും എടുക്കാം. ഒരു ഡ്രസ്സ് എടുക്കാൻ പാടുള്ളൂ, പറഞ്ഞില്ല എന്ന് വേണ്ട. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവൾ 1000 രൂപയുടെ എടുത്തു, ഞാൻ 500-ൻ്റെ എടുത്തുള്ളൂ, അതുകൊണ്ട് ഞാൻ ഒരു 500 രൂപയുടെ കൂടെ എടുക്കട്ടെ എന്ന് മറ്റുള്ള കാര്യം പറഞ്ഞ അങ്ങനെയൊന്നുമില്ല. 3 ആൾക്കും 3 ജോഡി ഡ്രസ്സ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് എടുക്കുക, അതിട്ടാൽ മതി ഓണക്കോടി. മനസ്സിലായില്ലേ? എന്താടാ കുട്ടൂസ നിന്റെ മുഖം കടന്നൽ കുത്തിയമാരി ഇരിക്കുന്നേ? ചിരിക്കില്ലേ? നിന്നോട് ചിരിക്കാനല്ലേ പറഞ്ഞത്? ഈ മതി അമ്മ. ഇപ്പൊ പോയിരുന്നു പഠിക്കുക. അച്ഛൻ വരട്ടെ, എന്നിട്ട് പോവാം നമുക്ക്. ഹായ് എടാ കുട്ടൂസ, എന്തോരം ഡ്രസ്സാടാ. അമ്മ എനിക്ക് കുറേ ഡ്രസ്സ് വേണം, ഒരെണ്ണൊന്നും പോരാ കേട്ടോ. കടയിൽ വന്ന ഇവനാണ് തല്ലിപ്പൊളി സ്വഭാവം കാട്ടുകയെന്ന് വെച്ചാൽ നീയാ കാട്ടുന്നത്. രമേ, ഇത് നമ്മുടെ വീടല്ല, 4 ആളിലും കൂടിയിട്ടാണ് ഞാൻ പറയുന്നത്. മിണ്ടാതെ ഇരുന്നോ. ഇപ്പൊ ഡ്രസ്സ് 4 എണ്ണത്തിനും ഗോവിന്ദയാകും. അതാണ് ഇപ്പൊ ഉണ്ടാവുക. അമ്മ എനിക്കിതാ ആ കാണുന്ന ഡ്രസ്സ് മതി. ദേ ഈ പാൻറ്റും ആ ഷർട്ട് മതി കേട്ടോ. കണ്ടോ, വന്ന വാട് ഇവൻ സെലക്ട് ചെയ്തു.
ഈ ഒരു കാര്യത്തിന് മാത്രം ഇവനെ കൊള്ളാം. അമ്മേ, എനിക്ക് ഈ ഡ്രസ്സ് മതി കേട്ടോ. ഇനി നീയും കൂടിയുള്ളൂ, നിനക്ക് ഏത് ഡ്രസ്സാണ് വേണ്ടത്? അമ്മ, എനിക്കും ചേച്ചിനെ പോലത്തെ ഡ്രസ്സ് മതി. എടി രമ, ഇന്ന് നിന്റെ മക്കളുടെ എല്ലാവരുടെയും നേരത്തെ കാലത്തെ ഡ്രസ്സ് എടുത്തു കഴിഞ്ഞല്ലോ. ഇനി വേഗം നീ ഒരു സെറ്റ് സാരി അല്ലേ, വേഗം എടുക്ക്, പോവാ നമുക്കെന്നാ. ആ ശരി, എന്നാൽ ഞാനും വേഗം ഒന്ന് എടുക്കട്ടെ. അതെ, ഈ മക്കളൊക്കെ തരക്കേടില്ലാത്ത വിലയിലുള്ള ഡ്രസ്സ് എടുത്ത്. ഇനി നീയായിട്ട് 10,000-4,000 ഒന്നും എടുക്കാൻ നിൽക്കല്ലേ മോളെ, അതിൻ്റെ ട്രൗസർ കീറും. ഇല്ലെന്നേ, ഞാനും അതുപോലൊക്കെയുള്ള സാരി എടുക്കുള്ളൂ, പേടിക്കണ്ട. ഹോ, എൻ്റെ ചുന്ദരി മോളാണ്. പക്ഷേ എന്താ കാട്ടുന്ന, ഇത് കടയാണ്, അതേ മക്കള് നോക്കുന്നു. ചേച്ചി നോക്കിയേ, അച്ഛൻ അമ്മയെ ലൈനടിക്കുന്നു. മിണ്ടാതിരിക്കടാ. ഹോ, എൻ്റെ ദൈവമേ, അങ്ങനെ ഇങ്ങനെ ഡ്രസ്സ് എടുക്കൽ പരിപാടി കഴിഞ്ഞു. ആ, ഇനി എല്ലാവരും അവനവൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് പോയി ഇട്ട് നോക്കിയേ. പിന്നെ ഒരു കാര്യം, ഡ്രസ്സൊക്കെ 3 ഇട്ട് നോക്കിയിട്ട് എന്നെക്കാട്ടിലും ചന്ത ഇവൻ്റെയാണ്, എന്നെക്കാട്ടിലും ചന്ത ഇവളുടെയാണെന്നും പറഞ്ഞിട്ട് വക്കാണിക്കാൻ നിന്നാല് 3 കെട്ടിയിട്ട് ചന്തിക്ക് കീപ്പിട്ട 4 ഞാൻ തരും, പറഞ്ഞില്ല എന്ന് വേണ്ട. അതിൻ്റെ ഒന്നും ആവശ്യമില്ല അമ്മ, ഇവരെക്കാട്ടിലും നല്ല ഡ്രസ്സ് എൻ്റേതാണ്. ഓ പിന്നെ പള്ളി പോയി പറഞ്ഞാ മതി. കണ്ടില്ലേ, രണ്ടും തുടങ്ങി വീണ്ടും. അമ്മേ, ഓണത്തിന് എൻ്റെ 2-3 ഫ്രണ്ട്സ് വരും കേട്ടോ. ആണോ? എങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനെ ഞാൻ വിളിക്കും. നിന്റെ ഫ്രണ്ട്സിനെ ഒന്നും വിളിക്കണ്ട. അതെന്തുകൊണ്ടാ? ചേച്ചിയുടെ ഫ്രണ്ട്സിന് വരാമെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനും വരാം. ചേച്ചി മുതിർന്ന കുട്ടിയാണ്, അപ്പൊ ചേച്ചിയുടെ ഫ്രണ്ട്സും അതുപോലെ ചേച്ചിയുടെ സ്വഭാവം തന്നെ ആയിരിക്കും. നീ ചെറിയ കുട്ടിയാണ്, പോരാത്തതിന് നിന്റെ തല്ലിപ്പൊളി സ്വഭാവം നിന്റെ കൂടെ നടക്കുന്ന എല്ലാവർക്കും കിട്ടിയിട്ടും ഉണ്ടാവും. മിണ്ടാതെ അവിടെ ഇരുന്നോ. എല്ലാരും പോയിട്ട് അവനവന്റെ ഡ്രസ്സ് ഇട്ട് നോക്ക്. ഇനി വാ, നമുക്ക് എല്ലാവർക്കും പാടെ നമ്മുടെ പ്രേക്ഷകർക്ക്, നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് നമുക്കൊരു ഓണാശംസ പറയാം. പിന്നെ ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഒന്നുകൂടെ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.